ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇട്ട ഹൈറ്റെയിലിൻ്റെ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോണിൽ കളിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ അന്ന് ഫോണിൽ കളിക്കുന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഗെയിം ഹബ്ബ് പറഞ്ഞൊരു ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫയൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ അതിന് ശേഷം നമ്മൾ ഹൈറ്റെയിലിൻ്റെ ഒരു ലൈറ്റ് വെർഷൻ ഉണ്ട്, അതും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നമ്മളെ മറ്റേ വീഡിയോയിലിട്ട ഹൈറ്റെയിലിൻ്റെ വെർഷൻ പോരാ, നമ്മളതിൻ്റെ ലൈറ്റ് വെർഷനാണ് ചെയ്യുന്നത്. മറ്റേ വേഗം ക്രാഷ് ആവുന്നുണ്ട്. ഇത് ഇൻസ്റ്റാൾ ആവട്ടെ. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫയൽ ഉണ്ടല്ലോ, അത് നമുക്ക് എടുക്കാം. ZRQR ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ZRQR ഇൻസ്റ്റാൾ ചെയ്യണം. ZRQR ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ദെൻ നിങ്ങൾ ഇത് നിങ്ങളെ ഡൗൺലോഡ് ചെയ്ത് എവിടെയാണ് കിടക്കുന്നത് അങ്ങോട്ട് പോവുക. എൻ്റെ ഓഡിയോ ബുക്സ് പറഞ്ഞ ഫോൾഡറാണ്. നിങ്ങൾ നോർമലി ഡൗൺലോഡ്സിലായിരിക്കും ഉണ്ടാവുക. ഞാൻ ഓഡിയോ ബുക്സിലോട്ട് കോപ്പി ചെയ്തിട്ടാണ്. എന്നിട്ട് ഇതിന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം. ഈ ഫയലിനെ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ കൊടുക്കുക. കുറച്ച് സമയം എടുക്കും, എക്സ്ട്രാക്ട് ആവട്ടെ. നമ്മൾ ആ ഫയലോടെ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ ഫയൽ. ഇനി നമുക്ക് ഗെയിം ഹബ്ബ് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഗെയിം ഹബ്ബ്. ഇത് ഓപ്പൺ ചെയ്യാം. ഞാൻ എഗ്രി കൊടുക്കുക. നമ്മൾ ഒഫീഷ്യൽ വെർഷൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അക്കൗണ്ട് വെച്ച് സൈൻ ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ഗൂഗിൾ അക്കൗണ്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതിൽ വെച്ച് ചെയ്യാം. ഇവിടെ എഗ്രി അടിക്കണം. എന്നിട്ട് ഗൂഗിൾ അക്കൗണ്ട് എന്താ വെച്ചാൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ വേണ്ടി അതിന് മുന്നേ ലോഗിൻ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. പിന്നെ എനിക്കൊരു ഇമോജി അടിക്കാനുള്ളൊരു അവതാരം അടിക്കാനുള്ളൊരു ഇതും വരും, പിന്നെ ഒരു നെയിം അടിക്കാനുള്ളത്, അത്രയേ വരുള്ളൂ. ദെൻ നമ്മൾ ഈ മൈ പറഞ്ഞ സെക്ഷനിലോട്ട് പോവാം. ദെൻ ഈ പി സിൻ്റെ ഇതിലോട്ട് പോവാം, PC എമുലേറ്റർ. എന്നിട്ട് ഇമ്പോർട്ട് PC ഗെയിംസ് അടിക്കുക. ഇവിടെ ആക്സസ് കൊടുക്കാമല്ലോ. ദെൻ നമ്മൾ ഇൻറ്റേർണൽ സ്റ്റോറേജ് പോയതിനു ശേഷം നമ്മളെ ഫയൽ എവിടെയാണുള്ളത് അങ്ങോട്ട് പോവുക. ആ ഡയറക്ടറിലോട്ട്. ഇതിൻ്റെ ഇപ്പോൾ എവിടെയാണ് ഹൈറ്റെയിൽ സിപ്പ്. പിന്നെ ഹൈറ്റെയിൽ ലോഞ്ചർ.exe പറഞ്ഞ ഫയലിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ നെയിമൊക്കെ വെച്ച് കൺഫേം അടിക്കുക. ദെൻ ഇങ്ങനെയാണ് വരിക. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും, എററൊക്കെ വരും. ഡൗൺലോഡ് ആവണം നോക്കണ്ട. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തതിനു ശേഷം ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം. നമ്മളെ മൈ ലോഞ്ചറിൽ പോവാം. പിന്നെ ഈ ഒരു 3 ഡോട്ട് ഞെക്കിയിട്ട് PC ഗെയിം സെറ്റിങ്സ് എടുക്കുക. നമ്മൾ ഈ കമ്പാറ്റബിലിറ്റിയിൽ പോവാം. ഈ കമ്പാറ്റബിലിറ്റി ലെയർ എന്നുള്ള സാധനം അത് മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. അത് ഈ ഒരു വൈൻ 10.6 അല്ലെങ്കിൽ വൈൻ 9.5 എടുക്കുക. ഞാൻ ഇവിടെ 10.6 എടുക്കുന്നത്. ഡൗൺലോഡ് ആവണം, സമയം എടുക്കും. ഓക്കെ, അപ്പോൾ ഇത് ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഇതിനെ ക്ലിക്ക് ചെയ്ത് റെഡി കൊടുക്കുക. പിന്നെ ഈ ട്രാൻസ്ലേഷൻ പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്രാഷ് പിന്നെ വരികയാണെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ GPU ഡ്രൈവർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ അതാണ് അത്. ഇപ്പോൾ ഇത് വെർഷൻ 26 ആണ്. അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാണ്. ഡൗൺലോഡ് ആവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. വെയിറ്റാക്കി നോക്കാം. ആവട്ടെ, നോക്കട്ടെ. ഇത് കുറച്ച് ഫയൽസ് ഉണ്ട്, അതാണ് ഈ സമയം എടുക്കുന്നത്. ഈ ഒരു ബട്ടണിലേക്ക് കഴിഞ്ഞാൽ ഈ ഫയൽസിൻ്റെ ഇത് ഓപ്പൺ ആവും. നമുക്ക് ഇനി ഫേംവെയറോടെ ഡൗൺലോഡ് ആവാറുണ്ട്. നമുക്ക് ബാക്ക് അടിക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു GPU ഡ്രൈവർ ഒന്നുകൂടെ എടുത്തതിന് ശേഷം ടോപ്പിലോട്ട് പോകാം. ഈ ഒരു വെർഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മുടെ DXVX വെർഷൻ അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട്
ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഡി വൈൻ ഡി എന്നുള്ള ഒരു ഇതിലോട്ടാണ് ഇപ്പോൾ മാറ്റേണ്ടത്. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇത്ര ചെയ്യാനുള്ളൂ. ദെൻ നമ്മൾ ബാക്കടിക്കുക. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. നമ്മളിവിടെ ലോഞ്ചർ ആയിട്ടുണ്ട്. ഇവിടെ ഹൈ പ്രൈവറ്റ് കൊടുക്കാം. നിങ്ങൾക്ക് പേരൊക്കെ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഞാൻ കൊടുക്കുന്നില്ല. ലോഞ്ച് ചെയ്യുക ഹൈറ്റിൽ. ലോഡായി വരും. കുറച്ച് സമയം എടുക്കും. ഞാൻ സ്പീഡപ്പ് ചെയ്യാം. കേസ് നമ്മൾ ഗെയിം ലോഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാവാം. എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ള നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. കളി ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. എല്ലാം വർക്ക് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് കിറ്റ് അടിക്കാൻ ജസ്റ്റ് ഇവിടെ സെറ്റിങ്സിൽ പോയിട്ട് കിറ്റ് അടിച്ചാൽ മതി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ.